ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമൻറ്റ് ചെയ്ത ആളുകളിൽ നിന്നും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് അനുജത്തി നിനക്കായി എന്ന നോവൽ കേൾക്കുന്ന ആളുകൾക്കിടയിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തത് സജിത കുമാരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന കമൻറ്റാണ്. അപ്പം എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പുസ്തകം, ഞാൻ എഴുതിയൊരു പുസ്തകമാണ്. അപ്പം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റലായിട്ട് എത്തുന്നതായിരിക്കും. അതുകൂടാതെ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. നമ്മൾ 5000 ഫോളോവേഴ്സ് ഫുള്ളായപ്പം അത് കൂടാതെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഒരു ചാനൽ കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓർമ്മച്ചപ്പ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. അനുജത്തി നിനക്കായി വൈഗ IPS നോവൽ തുടർച്ച. ദേവികയ്ക്ക് ആശ്വാസമായി. ഈശ്വരി സത്യദാസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മോൻ സമാധാനമായിട്ടിരിക്കും, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോഴത് മനസ്സിലായില്ലേ? സത്യദാസ് ഈശ്വരിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ആ കൈകളിൽ അയാൾ ഉമ്മ വച്ചു. ഇതെന്നോട് വന്നു പറഞ്ഞ അമ്മ തന്നെയാണ് എൻ്റെ ദൈവം. ഈശ്വരിയുടെ സ്നേഹം നിറഞ്ഞ വിരൽത്തുമ്പുകൾ അയാൾ തഴുകി. അന്നു മുതൽ ഇന്നോളം ആളിക്കത്തുന്ന തീച്ചുളയിലായിരുന്നു അമ്മ ഞാൻ. മകളെ കൊന്ന മഹാപാവി. ചാകാൻ ശ്രമിച്ചിട്ടും മരണം പോലും എന്നെ തള്ളിക്കളഞ്ഞു. സത്യദാസ് വീണ്ടും വിതുമ്പി. എനിക്കറിയാം മോനെ, എൻ്റെ സ്വർണവും കൊണ്ടുപോയെന്ന് പറഞ്ഞ് മിത്രയെ ഞാൻ പ്രാകുന്നത് കേട്ട് നീ എൻ്റെ അടുത്ത് വന്നില്ലേ? ഞാൻ അവളെ കൊന്നുകളഞ്ഞമ്മയെന്ന് പറഞ്ഞ് തകർന്ന് കരഞ്ഞില്ലേ? തീച്ചയുളയിൽ നിന്നാണ് നീ അത് പറയുന്നതെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ടാ ആരും അറിയരുതെന്ന് വൈഗ വിലക്കിയിട്ടും ഞാനും ദേവികയും ഇവിടെ വന്ന് നിന്നോടിത് പറഞ്ഞത്. അലിവോടെ അവർ പറഞ്ഞു. എൻ്റെ മോൻ സമാധാനമായിട്ടിരിക്കെ, ഇന്ന് രാത്രി നന്നായി കിടന്നുറങ്ങ്. കണ്ണീരിൽ കുതിർന്ന ആ ഒരു ചിരിയായിരുന്നു സത്യദാസിൻ്റെ മറുപടി. അയാൾ ദേവികയ്ക്ക് മുഖത്തേക്ക് നോക്കി. എന്താ? അവരുടെ അടുത്തേക്ക് ചെന്നു. എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം ദേവു. ആർദ്രമായിരുന്നു ആ സ്വരം. ഞാൻ അവളോട് പറയാം സത്യേട്ട, ഇന്നോ നാളെയോ അവൾ വരും, ദേവിക പറഞ്ഞു. വൈകിയുടെ കാര്യമല്ല ദേവു ഞാൻ പറഞ്ഞത്. അവളെ ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. ഇവിടെ വന്നിരുന്നു അവൾ, അവനെയും കുട്ടി. നേരോ? ദേവികയും ഈശ്വരിയും അന്തളിച്ചു. അതെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ വന്നത്. പ്രകാശം നിറഞ്ഞ ഒരു ചിരിയോടെ സത്യദാസ് പറഞ്ഞു. നമുക്കാ ദൈവം തെറ്റുപറ്റിയത്, നമ്മുടെ മോൾക്ക് തെറ്റിയിട്ടില്ല. കാർത്തിക് നല്ല പയ്യനാ. അവൻ അവളെ നിധി പോലെ കാത്തോളൂ. നമുക്കാ വിവാഹം നടത്തി കൊടുക്കണം, ആവുന്നത്ര ആർഭാടത്തോടെ. ശരിയാ സത്യേട്ടൻ പുറത്തു വന്നിട്ട് നടത്താം അല്ലമ്മേ? ദേവിക ഈശ്വരിയോട് ചോദിച്ചു. അത് മതി, ഈശ്വരി പറഞ്ഞു. നീ പുറത്തു വന്നിട്ട് നീ തന്നെ എല്ലാം തീരുമാനിച്ച് എല്ലാവരെയും ക്ഷണിച്ച് അമ്പാടിയിലെ ആദ്യത്തെ വിവാഹം നടത്തണം. ആ പയ്യൻ്റെ അടുത്തേക്ക് പോലും പോവാണ്ട് വൈഗ അതിനായി മാത്രം കാത്തിരിക്കുകയാണ് മോനെ. സത്യദാസ് ഒരു നിമിഷം മൗനമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, അതിനു മുമ്പ് ഇപ്പോൾ തന്നെ എനിക്ക് അവളെ കാണണം ദേവു, എൻ്റെ പൊന്നുമോളെ, മിത്രയെ. ഈശ്വര ദേവു, ഒരു നോക്ക്, ഒറ്റത്തവണ, യാചനയാണ്. ഇങ്ങനെ പറയരുത് സത്യേട്ട. ദേവികയ്ക്ക് നെഞ്ചു വിങ്ങി. അവളെ കാണണമെങ്കിൽ കാരണം പറഞ്ഞ് ഇവിടെ അപേക്ഷിക്കണ്ടേ? കോടതിയുടെ അനുവാദം വേണ്ടേ? അപ്പോഴെല്ലാം എല്ലാവരും അറിയില്ലേ? അത് പാടില്ലെന്ന് വൈഗ പറഞ്ഞത്. ദേവിക തുടർന്നു. അവൾക്ക് മാത്രമല്ല, മിത്ര ജീവിച്ചിരിക്കുന്നെന്ന് സത്യേട്ടൻ കുറ്റക്കാരനല്ലെന്ന് SP-ക്കും അറിയാം. എന്നിട്ടും സത്യേട്ടന് വിടാത്തതിന് പിന്നിൽ കേസന്വേഷണത്തിൻ്റെ എന്തോ സീക്രട്ടാണെന്നാണ് മോള് പറഞ്ഞത്. സത്യ, എല്ലാ പ്രശ്നവും തീർത്ത് നമ്മളെ മോള് തന്നെ നിന്നെ കൊണ്ടുപോകാൻ വരും, ഈശ്വരി പറഞ്ഞു. ഊണും ഉറക്കവും ഇല്ലാണ്ട് അതിനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുക അവൾ. അത് കഴിഞ്ഞാൽ നിനക്ക് മിത്രയെ കാണാലോ. എൻ്റെ മോള്, മിത്രമോള്. ഈ കൈകൊണ്ട് അന്ന് ഞാൻ അവളെ തല്ലി. പിന്നെ മരിച്ചെന്ന് കരുതി. സത്യദാസിൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി. കണ്ണുകളിൽ രക്തനിറമാർന്നു. എൻ്റെ മോൾ ഫ്രീസറിലിരുന്ന് തണുത്തു മരവിച്ചു.
മതി സത്യേട്ടാ പറഞ്ഞത്, ദേവിക പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമല്ലേ? അതെ ദേവു, ആ മുഖമൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്. ഞാനൊരു ഡോക്ടറല്ലേ. ഈ അവസ്ഥയിൽ എൻ്റെ മോളെ എന്തും ചെയ്തും രക്ഷിച്ചെടുക്കേണ്ടത് എൻ്റെ ചുമതലയല്ലേ? അവളെ രക്ഷിക്കാനായി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഡോക്ടേഴ്സ് അവിടെയുണ്ട് സത്യേട്ട, ദേവിക പറഞ്ഞു. അതുകൊണ്ട് അക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. പുറത്തിറങ്ങിയിട്ട് സത്യേട്ടന് ബാക്കി വേണ്ടതെല്ലാം ചെയ്യാം. ഇപ്പോഴിങ്ങനെ ഷാഢ്യം പിടിക്കല്ലേ. സത്യദാസ് നിസ്സഹായനായി നിന്നു. ഇല്ല ഇല്ല ദേവു, അയാൾ ദേവികയുടെ കൈത്തലത്തിൽ വലതുകരം വെച്ച് പറഞ്ഞു. ഞാൻ ഷാഢ്യം പിടിക്കുന്നില്ല, കാത്തിരുന്നോളാം ഇതിനുള്ളിൽ. പോരെ? ദേവികയ്ക്ക് ആശ്വാസമായി, ഈശ്വരിക്കും സമാധാനമായി. അവൾ യാത്ര പറയുമ്പോൾ സത്യദാസ് അറിഞ്ഞു, ഉള്ളിലെവിടെയോ തടയണ കെട്ടിക്കിടന്ന കണ്ണീർ മുഴുവൻ തൻ്റെ ഇരുമിഴികളും കവിഞ്ഞൊഴുകുകയാണെന്ന്. അയാൾ തിരികെ സെല്ലിലേക്ക് ചെന്നു. വിരിച്ചിട്ടിരുന്ന പായയിലേക്ക് ചടഞ്ഞിരുന്നു. ഇതെന്നാ പറ്റി എൻ്റെ ഡോക്ടറെ? മുറിയിലുണ്ടായിരുന്ന ആൻ്റണി ചോദിച്ചു. മറ്റു തടവുള്ളികളും ഡോക്ടറുടെ ചുറ്റും കൂടി. എന്തിനാ കരയുന്നത്? ആരാ ഡോക്ടറെ കാണാൻ വന്നത്? വല്ലവരും ചത്തുപോയോ? ഡോക്ടർ സത്യദാസ് ആ ചോദ്യങ്ങൾ കേട്ടില്ല. ഒരേ ഇരിപ്പ്. അവരിങ്ങോട്ട് പോരുമ്പോൾ അമ്മയുണ്ടായിരുന്നു. അവരെങ്ങാനും ചത്തുപോയിരിക്കും. ഡോക്ടർ അത് കേട്ടില്ല. ആ കണ്ണുകൾ അപ്പോഴും കവിഞ്ഞു തൂകിക്കൊണ്ടിരുന്നു. അമ്പാടിയിലായിരുന്നു അയാളുടെ മനസ്സ്. 54 വർഷം അത്യാഹ്ലാദത്തോടെ ജീവിച്ച വീട്ടിനുള്ളിലാകെ ആ മനസ്സ് ചുറ്റിത്തിരിഞ്ഞു. അയാൾക്ക് മനസ്സിൽ കാണാം സ്നേഹനിധിയായ തൻ്റെ അമ്മയെ, പ്രിയപ്പെട്ട ഭാര്യയെ, ഓമനകളായ 3 മക്കളെ. അവരോടൊപ്പം താൻ ആർത്തുല്ലസിച്ച് ആഹ്ലാദത്തിമുറപ്പോടെ ജീവിച്ച് രസിക്കുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം എല്ലാം ചിന്നിച്ചിതറി. തൻ്റെ കൈകൊണ്ട് മിത്രമോള് മരിച്ചു വീഴുന്നു. അവളെ കോരിയെടുത്ത് താഴേക്കിറങ്ങുമ്പോൾ താഴെ വീണ് അവളുടെ തല പൊട്ടുന്നു. തലയിൽ നിറയെ ചോര. പിന്നെ അവളെ ഫ്രീസറിൽ വെക്കുന്നു. അവളെ കള്ളിയാക്കാൻ അതിനീചമായി താൻ അമ്മയുടെ സ്വർണം കവരുന്നു. സ്വയം രക്ഷിക്കാൻ അവൾ കാമുകനത്ത് ഒളിച്ചോടിയെന്ന് പറഞ്ഞു പരത്തുന്നു. എല്ലാ രംഗങ്ങളും സത്യദാസിൻ്റെ മനസ്സിൽ ആവർത്തിച്ച് തെളിഞ്ഞു. എല്ലാം കൂടി അഗ്നികുണ്ഡമായി അയാളെ ഹോമിച്ചു. പക്ഷെ ഇപ്പോഴിതാ ആ ഹോമകുണ്ഡത്തിൽ നിന്നും ജീവനോടെ പൊന്തി വരുന്നു എൻ്റെ മിത്രമോള്. ഈശ്വര, അവൾ ജീവിച്ചിരിക്കുന്നു. തുറന്നിരുന്ന കൺപോളകൾക്ക് കനം വെക്കുന്നത് അയാൾ അറിഞ്ഞു. ഒരുപാട് നാളായി പിണങ്ങി നിന്നിരുന്ന നിദ്രാദേവി അയാളെ വാരിപ്പുണരുന്നു. ദേവിയുടെ മടിത്തട്ടിലെന്നോണം അയാൾ പായയിലേക്ക് മെല്ലെ കിടന്നു. അമ്മയുടെ ഗർഭപാത്രത്തിലെ സുരക്ഷിതമായ കിടപ്പ് പോലെ കാൽമുട്ടുകൾ നിലത്ത് വെച്ച് മുഖത്തോട് ചേർത്ത് വെച്ച് ചുരുണ്ടുകൂടിയ ഉറക്കം. ദീർഘമായ ഒരു ഉറക്കമായിരുന്നു അത്. അധ്യായം 29. ഓഫീസിലായിരുന്നു വൈഖ. ധൃതിയിൽ ചില ഫയലുകൾ നോക്കുന്നതിനിടയിൽ സി ഗോപകുമാറിൻ്റെ ശബ്ദം. മേ ഐ കമിൻ മാഡം? വരൂ ഗോപൻ. ഫയലിൽ നിന്ന് മുഖമുയർത്തി ഹൃദ്യമായ ചിരിയോടെ വൈഖ അയാളെ സ്വാഗതം ചെയ്തു. ഇരിക്കൂ, അവൾ പറഞ്ഞു. ഗോപകുമാർ ഇരിക്കുന്നതിനിടയിൽ പറഞ്ഞു, കൈലാത്ത് റോയ് ചാക്കയെ സംബന്ധിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് മാഡം, ഫോട്ടോ സഹിതം. ഓ ഗുഡ്. വൈക നോക്കിക്കൊണ്ടിരുന്ന ഫയൽ മടക്കി. എന്നിട്ട് ഉത്സാഹത്തോടെ ഗോപകുമാർ നീട്ടിയ ഫയൽ വാങ്ങി. പണവുമായി ബന്ധപ്പെട്ട കുറേ കറുത്ത ഇടപാടുകളൊക്കെ റോയ് ചാക്കോയ്ക്കുണ്ട് മാഡം. അതല്ലാതെ റോസിൻ്റെ കേസുമായി ഒരു വിവരവും കിട്ടിയിട്ടില്ല. കാക്കനാട് ഭാഗത്തൊക്കെ അയാൾ പാവങ്ങളുടെ കണ്ണീരൊക്കുന്ന ദൈവം തന്നെയാണ്, ഗോപകുമാർ പറഞ്ഞു. അത് കേൾക്കുന്നതിനോടൊപ്പം ഫയൽ മറിക്കുക കൂടി ചെയ്തിരുന്നു വൈക. സിസിലി ചാക്കോ അയാളുടെ വൈഫ് സുന്ദരിയാണ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡൻറ്റും ഫാഷൻ പരേഡിന് നിന്നാൽ 1ാം സ്ഥാനം ഉറപ്പ്, അവൾ പറഞ്ഞു. ഗോപകുമാർ ചിരിച്ചു. 2 മക്കളല്ലേ? അതെ മാഡം. മൂത്തവൻ ക്രിസ്റ്റി റോയ് കൈലാത്ത് കാനഡയിലാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA ചെയ്യുന്നു. ഇളയത് പെൺകുട്ടിയാണ്, മെൻ്റലി റിട്ടാർഡ്സ്. കൈലാത്ത് റോയ് ചാക്കോ സ്വന്തമായി ഒരു പ്ലേ സ്കൂൾ നടത്തുന്നുണ്ട് ഇത്തരം കുട്ടികൾക്കായി. അവിടെയാണ് ഈ കുട്ടിയും ഡയാന റോയ് കൈലാത്ത്. ക്രിസ്റ്റ റോയ് കൈലാത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA ചെയ്യുന്നു. താളത്തിൽ പറഞ്ഞുകൊണ്ട് വൈക പേരിൻ്റെ അടിയിൽ ചുവന്ന മഷി കൊണ്ട് അമർത്തി വരച്ചു. ഇവനെക്കുറിച്ച് ശരിക്കും ഒന്നറിയണം. അവൻ എഞ്ചിനീയറിംഗ് എടുത്തത് കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജിൽ നിന്നാണ് മാഡം. അതിനുശേഷം MBAക്ക് കാനഡയിലേക്ക് പറന്നു. തിരിച്ചു വന്നിട്ടേ ഇല്ല. കോഴ്സ് തീർന്നു വന്നിട്ടില്ലെന്നാണ് മാഡം ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ടുണ്ടാവും, ഗോപകുമാർ പറഞ്ഞു. അന്വേഷിക്കണം, വൈകിട്ട സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. ഇവർ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടെന്നും
എന്തിനു വന്നു എന്നൊക്കെ ഡേറ്റ് സഹിതം അന്വേഷിക്കാം മാഡം. വൈഗ ഫയലിലെ ഫോട്ടോയിലേക്ക് ശ്രദ്ധിച്ചു. ഡയാന റോയ് കൈലാത്ത് എന്ന പെൺകുട്ടി. പാവം, മുഖം കണ്ടാൽ തന്നെ അറിയാം മെൻ്റലി റിട്ടയർഡ് ആണെന്ന്. കൈലാത്ത് റോയ് ചാക്കയുടെ ഏക സങ്കടമാണ് ആ കുട്ടി. ഒരു സങ്കടം അതെല്ലാവർക്കും ഉള്ളതാണ് ഗോപൻ. പക്ഷെ മകൾക്കില്ലാത്തൊരു ബുദ്ധി കൂടി മകന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്റ്റി റോയ് ഒരു ബുദ്ധി രാക്ഷസനാണെന്ന്. രാക്ഷസൻ അസുരകുലമല്ലേ ഗോപൻ? വൈഗ ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റോ റോയിയുടെ ഫോട്ടോയിലേക്ക് നോക്കി. കണ്ടാൽ അസുരകുലമാണെന്ന് പറയില്ല. വെളുത്തു തൊടുത്ത ഒരു ചോക്ലേറ്റ് പയ്യൻ, മുഖം നിറയെ ചിരി. പക്ഷേ എന്താ മാഡം, റോയി ചാക്കോയുടെ ബുദ്ധിരാക്ഷസനെ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് സ്റ്റഡി ചെയ്തേ തീരൂ. അവൻ കാനഡയിലല്ലേ മാഡം? ആയിക്കോട്ടെ, കാനഡയിലാണെങ്കിലും ബുദ്ധിയിൽ രാക്ഷസനാണെന്ന് ഗോപൻ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ കേട്ടതാണ്. കേട്ട കേൾവി പോലീസിനെ പലപ്പോഴും ഉപകരിച്ചിട്ടുണ്ട് ഗോപൻ. അത് ശരിയാണ്, ഗോപകുമാർ സമ്മതിച്ചു. ക്രിസ്റ്റോ റോയിയുടെ തുടുത്ത മുഖത്തേക്കും തിളങ്ങുന്ന കണ്ണുകളിലേക്കും വൈഗ നോക്കി. എന്നിട്ട് ചെറുതായിട്ടൊരു ചിരി പടർത്തി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വൈഗ അമ്പാടിയിലെത്തി. മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങുമ്പോൾ അവൾ ശ്രദ്ധിച്ചു. പുറത്തെവിടെയോ പോയിട്ട് വന്ന വേഷത്തിൽ നിൽക്കുന്ന ഈശ്വരിയും ദേവികയും. രണ്ടാളും ഇതെവിടെ പോയി? ഹാളിലേക്ക് കയറിയ പാടെ വൈഗ ചോദിച്ചു. ദേവിക ഈശ്വരിയുടെ ദേഹത്ത് മെല്ലെ തട്ടി. ഈശ്വരി അതറിഞ്ഞത് കാട്ടിയതേയില്ല. ദേവിക ചെന്ന് ഡൈനിങ് ടേബിളിൽ 3 പ്ലേറ്റുകൾ നിർത്തി. ഈശ്വരിയും അങ്ങോട്ട് ചെന്നു. എന്താ രണ്ടാളും ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എവിടെയാ പോയതെന്ന്. വൈഗ വീണ്ടും അവർക്കരികിലേക്ക് ചെന്നു. നീ കൈ കഴുകി വാ മോളെ, ഊണ് കഴിക്കണ്ടേ? ദേവിക ചോദിച്ചു. കൈ കഴുകാം, ആദ്യം നിങ്ങൾ എവിടെ പോയതെന്ന് പറയും. ദേവിക വീണ്ടും ഈശ്വരിയെ തോണ്ടി. വൈഗയ്ക്ക് മനസ്സിലായി എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ ഞാൻ ഊഹിച്ചത് തന്നെ. എന്തുവാ? ഈശ്വരി ചോദിച്ചു. രണ്ടാളും നന്നായി ഉടുത്തൊരുങ്ങി ബ്യൂട്ടി കോൺടെസ്റ്റിന് പോയതാണല്ലേ? ബ്യൂട്ടി കോൺടെസ്റ്റോ? ഈശ്വരി കണ്ണു തുറച്ചു. സൗന്ദര്യ മത്സരേ, 2 നല്ല ജോഡികളല്ലേ? അയ്യടാ, ഈ പ്രായത്തിലല്ലേ സൗന്ദര്യ മത്സരം, അതും ജയിലിനുള്ളിൽ. ഈശ്വരി ശുണ്ടി പിടിച്ച് അറിയാതെ പറഞ്ഞുപോയി. ദേവിക ഭയന്നു. ഈശ്വരി അയ്യടാന്നായി. അപ്പോൾ രണ്ടാളും അച്ഛനെ കാണാൻ പോയി അല്ലേ? പോയി. എന്നിട്ടെന്താ അതെന്നോട് പറയാഞ്ഞത്? ഈശ്വരി അവളുടെ ശൗര്യം താഴ്ത്താനായി തിരിച്ചടിച്ചു. നിങ്ങളോ? അതെ, നീയും നിന്റെ ഭർത്താവും. സത്യൻ ഞങ്ങളോട് പറഞ്ഞു. വൈഗ ചമ്മയിപ്പോയി. കാർത്തികിന് ഒരുപാട് ഇഷ്ടമായെന്നും ഞങ്ങളൊന്നും അറിയത്തില്ലെന്നും കരുതിയല്ലേ? സുല്ല്, അവൾ പറഞ്ഞു. അങ്ങനെ വഴിക്കുവാ. ഇനി പറയും, ജയിലിൽ പോയി അച്ഛനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്തിനിപ്പോൾ പോയി? മിത്ര മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന് പറയാൻ. അവൻ നിരപരാധിയാണെന്ന് പറയാൻ. ഈശ്വരി പറഞ്ഞു. സ്വന്തം മകളെ കൊന്നുന്ന പാവബോധവും പേറി ഉണ്ണാനും ഉറങ്ങാനുമാവാതെ അദ്ദേഹം എത്ര നാളായി മോളെ അതിനുള്ളിലിങ്ങനെ ശ്വാസം മുട്ടിക്കഴിയുന്നു? ദേവികയാണ് പറഞ്ഞത്. സത്യമറിഞ്ഞാൽ ആ പാപഭാരമെങ്കിലും ഇല്ലാണ്ടാവുമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ രണ്ടാളും ചെന്ന് അത് പറഞ്ഞു. അതിനേക്കാൾ മുന്നേ കഴിഞ്ഞ തവണ ചെന്നപ്പോഴും അച്ഛനോട് അത് പറഞ്ഞില്ല. അച്ഛനെന്നോട് ദേഷ്യമായിട്ടുണ്ട്. മറ്റാരേക്കാളും നിന്നെ അറിയുന്നത് നിൻ്റെ അച്ഛനാ മോളെ. ഞങ്ങളെല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചപ്പോഴും നിൻ്റെ അച്ഛനിൽ നിന്നും അങ്ങനെ ഒരു വാക്കുപോലും ഉണ്ടായിട്ടില്ല, ദേവിക പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, വന്ന് ഊണ് കഴിക്കി. ശരി. വൈഗ വാഷ് ബേസിൻ്റെ അരികിലേക്ക് നീങ്ങി. വൈഗ മോളെ, ഈശ്വരി ഈണത്തോടെ വിളിച്ചു. ആ പ്രത്യേക ഈണം, അച്ഛമ്മയുടെ ഉള്ളിൽ കുസൃതി ഉരുത്തിരിയുന്ന ആ ഈണം കുറേ നാളായി അന്യം നിന്ന് പോയിരുന്നു. അത് വീണ്ടും കേട്ടതും വൈഗയെ വല്ലാതങ്ങ് ആഹ്ലാദിപ്പിച്ചു. വാവ്! വെട്ടിത്തിരിഞ്ഞതും ചെറുതായി ചൂളമടിച്ച് ഈശ്വരിയെ കെട്ടിപ്പിടിച്ചു. എന്താ അച്ഛമ്മേ, ഇനിയെങ്കിലും നമുക്കവനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? ഈശ്വരി വീണ്ടും ഈണത്തിൽ ചോദിച്ചു. ആരെ അമ്മേ? ദേവിക ചോദിച്ചു. നമ്മുടെ മോളുടെ കഴുത്തിൽ കെട്ടുതാലി കെട്ടിയ ആ വിരുദ്ധനെ. വൈഗയുടെ ഉള്ളു കുളിർത്തു. ദേവികയുടെ മുഖവും പ്രഫുല്ലമായി. ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടിട്ടില്ല മോളെ. നീ അവനെ ഒന്ന് വിളിക്ക്, എനിക്ക് കണ്ണു നിറയൊന്ന് കാണണം, ഈശ്വരി വീണ്ടും പറഞ്ഞു. അവർ ഒരുപാട് സന്തോഷത്തിലാണ്. മിത്ര ജീവിച്ചിരിക്കുന്നു, സത്യദാസ് കുറ്റവാളിയല്ല. ഇത് രണ്ടും മറിഞ്ഞതിൻ്റെ സന്തോഷം. ഇപ്പോൾ വിളിക്കണോ അമ്മേ? സത്യട്ടം കൂടി വന്നിട്ട് പോരെ? ദേവിക ചോദിച്ചു. നീ പോടി. ഈശ്വരി കൃത്രിമ ദേഷ്യത്തോടെ ദേവികയെ തള്ളിമാറ്റി. എന്നിട്ട് വൈഖയോട് പറഞ്ഞു, നീ ആ മൊബൈലിൽ അവൻ്റെ നമ്പറിങ് കുത്തിത്തന്നേ, ഞാൻ വിളിച്ചോളാം. വൈഗ പിന്നെ മടിച്ചില്ല. മൊബൈലിൽ കാർത്തികിൻ്റെ നമ്പർ എടുത്തു. ബെല്ലടിക്കുന്നുണ്ട് അച്ഛമ്മേ. അമർത്തിയ ചിരിയോടെ വൈഗ മൊബൈൽ അച്ഛമ്മയ്ക്ക് നേരെ നീട്ടി.
ഈശ്വരി അത് കാതോട് ചേർത്ത് വെച്ചു. കാർത്തിക് ഓഫീസിലായിരുന്നു. ഒരു ബിൽഡിംഗ് തീരുന്നതിൻ്റെ ബിൽ കോപ്പി ചെയ്ത് വെക്കുകയായിരുന്നു അവൻ. ബെൽ കേട്ട് അവൻ മൊബൈൽ എടുത്ത് നോക്കി. വൈക്കയുടെ നമ്പർ. മൊബൈൽ കാതിൽ വെച്ച് വല്ലാത്തൊരു കുസൃതിയോടെ അവൻ പറഞ്ഞു. ബിൽ നോക്കി തല പുകഞ്ഞിരിക്കുകയായിരുന്നു. മൂടൊന്ന് ശരിയാക്കാൻ ഒരു ഉമ്മ കിട്ടാനെന്താ വഴിയെന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. ഇതാ അപ്പോഴേക്കും ഉമ്മ കിട്ടണേ നീ വേറെ ആളെ നോക്കടാ, ഈശ്വരി കൃത്രിമ കോപത്തോടെ പറഞ്ഞു. വൈക തലയിൽ കൈവച്ചു. ദേവിക ചിരിയൊതുക്കി. കാർത്തിക് അന്താളിപ്പോടെ നമ്പർ ചെക്ക് ചെയ്തു. അതെ, വൈകയുടെ നമ്പർ തന്നെ. ഹലോ ഹലോ, ഇത് വൈഗ IPS അല്ലേ? കാർത്തിക് ചോദിച്ചു. അല്ല, വൈഗ IPSൻ്റെ അച്ചമ്മയാണ്, ഈശ്വരി. അമ്പാടിയിലെ ഈശ്വരി. കേട്ടിട്ടുണ്ടോടാ കൊച്ചനെ? ഈശ്വരി അല്പം ഗൗരവത്തിൽ ഗമയോടെ പറഞ്ഞു. കാർത്തിക് ചന്ദ്രന് ചമ്മലായി. നീയല്ലടാ എൻ്റെ കൊച്ചുമോളുടെ കഴുത്തിൽ കള്ളത്താലി കിട്ടിയത്? കള്ളത്താലി അല്ല അച്ചമ്മേ, നമ്പർ 16 ഹോൾമാർക്സിൻ്റെ സ്വർണ്ണത്താലിയാണ്. കാർത്തികും വിട്ടില്ല. അമ്പടം എടുക്കാ. ഈശ്വരി താണു. നീ ഇങ്ങ് വന്നേ, നിന്നെ ഞാനൊന്ന് കാണട്ടെ. ഈശ്വരിയുടെ സ്വരത്തിൽ വാത്സല്യം. വരാം. കാർത്തികിന് ഉത്സാഹമായി, ആഹ്ലാദമായി. 75 കിലോയുള്ള ശരീരത്തിന് ഒരു പഞ്ഞിത്തണ്ടിൻ്റെ ഭാരം മാത്രം. ബിൽ ബുക്ക് മടക്കി അവൻ മേശയ്ക്കുള്ളിൽ വെച്ചു. പിന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി കാറിൽ കയറി. അമ്പാടിയുടെ മുറ്റത്ത് കാറ് നിർത്തിയിട്ട് കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൻ്റെ ഉള്ളു പൂത്തൊലഞ്ഞു. 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായി വാതിക്കൽ നിൽക്കുന്ന ദേവിക, കയ്യിൽ ആരതിത്തട്ടുമായി ഈശ്വരി, അടിമുടി പൂത്തൊലിഞ്ഞ കണിക്കൊന്നയായി അവർക്കരികിൽ വൈക. ആരതി ഒഴിഞ്ഞുകൊണ്ട് വാത്സല്യത്തോടെ ഈശ്വരി പറഞ്ഞു. വലതുകാല് വെച്ച് കയറിക്ക മോനെ. കാർത്തിക് വലതുകാൽ തന്നെ നീട്ടിവെച്ചു. താലികെട്ട് കഴിഞ്ഞ് ആദ്യം ഈ വീട്ടിലേക്ക് വരികയില്ലേ, ഈ ചടങ്ങെങ്കിലും മുടങ്ങണ്ടെന്ന് കരുതി, ദേവിക പറഞ്ഞു. കാർത്തിക് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വൈക പുഞ്ചിരിയോടെ നോക്കി. താലുകെട്ടി നടത്തിയെങ്കിലും തമ്മിലൊന്ന് കാണാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലായിരുന്നല്ലോ. ഇതാ അത് ഞങ്ങൾ മാറ്റിത്തന്നു. ഈശ്വരി ഗൂഢമായി ചിരിച്ചു. ഇനിയിപ്പോൾ വല്ലാണ്ട് തല പുകയുമ്പോൾ അത് മാറ്റാനുള്ള വഴി അന്വേഷിച്ച് അലഞ്ഞു തിരിയണ്ടല്ലോ. കാർത്തിക് ചമ്മലോടെ മുഖം തിരിച്ചു. അയ്യൻ്റെ അമ്മേ, ഈ അച്ചമ്മയും കൊണ്ട് ഞാൻ തോറ്റു. വൈക ഈശ്വരിയുടെ വായി പൊത്തിപ്പിടിച്ചു. ശരി, ഞാനത് വിട്ട്. ഈശ്വരി ചിരിയോടെ കാർത്തികിനെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു. നീ ഉച്ചയൂണ് കഴിച്ചോനെ? ഇല്ല, ഊണ് കഴിക്കാൻ ഇറങ്ങുമായിരുന്നു അച്ചമ്മേ, കാർത്തി പറഞ്ഞു. എവിടാ? ഹോട്ടലിലാ? അതെ, ഇന്നത്തെ ഊണ് നമുക്ക് ഇവിടെ നിന്നാക്കാം. ഈശ്വരി ദേവികയുടെ നേരെ തിരിഞ്ഞു. ഒരു പ്ലേറ്റ് കൂടെ വെച്ചോ ദേവികയെ. അപ്പോൾ ഇവിടെ ആരും ഇതുവരെ ഉണ്ടില്ലേ? കാർത്തിക് ചോദിച്ചു. ഇല്ല, കാർത്തിക് വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ. മോൻ കൈ കഴിക്കോ? ദേവിക ടേബിളിൽ ഒരു പ്ലേറ്റ് കൂടി വെച്ചു. ദേവികയും ഈശ്വരിയും കൂടി വിളമ്പി. 4 പേരും ഇരുന്ന് ഊണ് കഴിച്ചു. ഒരുപാട് നാൾ കൂടി ഡൈനിങ് ടേബിളിൽ ചിരി കേട്ടപ്പോൾ അടുക്കളയിൽ നിന്നിറങ്ങി മേരിയും ഒന്നെത്തി നോക്കി. അമ്പാടിയിൽ നിന്നും മാറി നിന്നിരുന്ന ആഹ്ലാദം തിരികെ കിട്ടിയിരിക്കുന്നു. മിത്ര കിടക്കുന്ന മുറിയിലേക്ക് ഡോക്ടർ അനിൽരാജിനൊപ്പം കയറി ചെന്ന ഷാനു പ്രസാദ് അന്താളിച്ചു നിന്നു. ഇതെന്താണ് ഡോക്ടർ? ഷാനു അനിൽരാജിനോട് ചോദിച്ചു. മീതുവിൻ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടത്? ബെഡിൽ കിടക്കുന്ന മിത്രയുടെ 2 കൈകളും ബെഡിൻ്റെ സൈഡ് ക്ലോസിനോട് ചേർത്ത് ചരട് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. എന്തുണ്ടായി ഡോക്ടർ? ഷാനു വീണ്ടും ചോദിച്ചു. അങ്കലാപ്പോടെ അവൻ മിത്രയെ നോക്കി. അവളോട് കെട്ടിയിട്ട കാലുകളിൽ തടവി. ഒന്നും പേടിക്കാനില്ല ഷാനു, ഡോക്ടർ അനിൽരാജൻ നേർത്ത ചിരിയോടെ പറഞ്ഞു. അവൾ എഴുന്നേറ്റോടാൻ ശ്രമിച്ചു. അതാണ് കെട്ടിട്ടത്. ഈ അവസ്ഥയിൽ നടക്കാൻ പോലും ആയിട്ടില്ല. അപ്പോൾ ഓടിയാലത്തെ സ്ഥിതിയോ? മീതു ഓടാൻ ശ്രമിച്ചോ? ഷാനുവിന് അതൊരു പുതിയ വാർത്തയായിരുന്നു. അതെ, ഡോക്ടർ തുടർന്നു. സംഭവിച്ച അപകടത്തിൽ നിന്നും ഷോക്കിൽ നിന്നും മിത്ര അതിവേഗം റിക്കവർ ചെയ്യുകയാണ് ഷാനു. ഇന്ന് രാവിലെ അവൾ തലയും കാലും കൈയും ഒക്കെ ഇളക്കി ഉയർത്താൻ ശ്രമിച്ചു. ഉയർന്നു കിട്ടിയാൽ എഴുന്നേറ്റ് ഓടാൻ എന്ന പോലെ. പക്ഷെ ഉയർന്നില്ല. അതുകൊണ്ട് ബെഡിൽ വട്ടം കറങ്ങാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് കെട്ടിയിട്ടത്. ഷാനു അന്താളിച്ചു തന്നെ നിന്നു. അനക്കമറ്റ് കിടന്നു പോകുമെന്ന് ഭയന്നതാണ് നമ്മൾ. പക്ഷേ അവൾ എല്ലാ അവയവങ്ങളും തനിയെ അനക്കുന്നു, എണീൽക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണോ? ശാരീരികമായും അവൾ തികച്ചും നോർമലാണെന്നല്ലേ? ബി ഹാപ്പി. അതെ, ഷാനു സമ്മതിച്ചു. അവൻ്റെ മുഖം വിടർന്നു. അപ്പോൾ മെമ്മറി കൂടി ശരിയായാൽ അവൾ പഴയപടിയാകും അല്ലേ ഡോക്ടർ? ഷുവർ, ഡോക്ടർ അനിൽരാജൻ പറഞ്ഞു. എങ്കിൽ എത്രയും വേഗം എൻ്റെ മീതുവിന് ഓർമ്മ കൂടി കിട്ടിയിരുന്നെങ്കിൽ. അവൻ മിത്രയുടെ അരികിൽ ചേർന്നിരുന്നു. കിട്ടിയാൽ? ഡോക്ടർ അവൻ്റെ തോളിൽ കൈവച്ച് മെല്ലെ മുഖം തിരിഞ്ഞ് തനിക്ക് അഭിമുഖമാക്കി. കിട്ടിയാൽ എനിക്ക് അവളെ വേണം ഡോക്ടർ. എൻ്റെ മീതുവിന് എനിക്ക് വേണം, ഷാനു മെല്ലെ പറഞ്ഞു. ഇപ്പോൾ അന്താളിച്ചത് ഡോക്ടറാണ്. നീ എന്താ ഷാനു പറയുന്നത്? ഡോക്ടർ ചോദിച്ചു.
നീ വന്നത് ഇവൾക്ക് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരാനാണ്. അതെ, എന്നിട്ടിപ്പോൾ നീ പറയുന്നത് എന്താ? ഞാൻ ആദ്യം വന്നത് നിങ്ങളോടൊപ്പം പങ്കുചേരാൻ തന്നെയാണ് ഡോക്ടർ, ഷാനു സമ്മതിച്ചു. പക്ഷെ ക്രമേണ ഞാൻ മുമ്പത്തേക്കാൾ അവളെ സ്നേഹിച്ചു പോയി ഡോക്ടർ. അവളെ ഞാൻ വിളിച്ചത് എൻ്റെ ഹൃദയം കൊണ്ടാണ്. അതെനിക്ക് വേണ്ടി തന്നെയാണ്. നീ യാഥാർത്ഥ്യം മറന്നു ഷാനു. മിത്ര പ്രഗ്നൻ്റ് ആണ്. ഇപ്പോഴും ഒരു കുട്ടി അവളുടെ ഉദരത്തിലുണ്ട്. അത് നിൻ്റേതല്ലല്ലോ, ഡോക്ടർ പറഞ്ഞു. അല്ല, എൻ്റേതല്ല. അതെനിക്കറിയാം, എല്ലാം അറിയാം. എന്നാലും എനിക്ക് വയ്യ ഡോക്ടർ. അവളെ ഉപേക്ഷിക്കാൻ വയ്യ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഡോക്ടർ പറഞ്ഞു. ഞാൻ അവളെ എൻ്റെ ഓരോ പരമാണു കൊണ്ടും സ്നേഹിച്ചു പോയി. അവൾ എന്നെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. എന്നിട്ടും ഞങ്ങൾക്കിടയിൽ വിധി അദൃശ്യനായി നിന്നു, ക്രൂരമായി കളിച്ചു. കളങ്കപ്പെട്ടതിനും ഗർഭിണിയായതിനും അവൾ ഒരിക്കലും ഉത്തരവാദിയല്ല. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾക്കേറ്റ കളങ്കം ഞാൻ മറക്കുകയാണ് ഡോക്ടർ. ഡോക്ടർ അനിൽ രാജൻ ശബ്ദമില്ലാതെയായി. മറക്കാനും പൊറുക്കാനും കഴിയണം. യഥാർത്ഥ സ്നേഹത്തിന് പോസിറ്റീവുകളിൽ സന്തോഷിക്കുന്നതിനൊപ്പം നെഗറ്റീവുകൾ ഏറ്റെടുക്കുന്ന ത്യാഗവുമാവണം. യഥാർത്ഥ സ്നേഹം അതാണ്. വേണ്ട ഡോക്ടർ. പക്ഷെ ഷാനു, നിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കൂ ഇതിനെ? സമ്മതിക്കണം, ഷാനു മെല്ലെ പറഞ്ഞു. സമ്മതിച്ചേ തീരൂ. പക്ഷെ ആ ശബ്ദം ദൃഢമായിരുന്നു. ഷ ഷ. പെട്ടെന്ന് ബെഡിൽ നിന്നും ശ്വാസം തള്ളൽ പോലെ ഒരു വിളി. കണ്ണുകൾ തുറക്കുകയായിരുന്നു മിത്ര. ഷാനുവിൻ്റെ ശബ്ദവും സ്നേഹവും അവളെ ഉണർത്തുകയായിരുന്നു. മിതു. ഷാനു ഒരു പിടച്ചിലോടെ അവളുടെ ബെഡിൻ്റെ അരികത്തിരുന്നു. കെട്ടിയിട്ട അവളുടെ ശരീരം സ്നേഹത്തിൽ പരമോന്നത വികാരത്തോടെ വാരിപ്പുണർന്നു. മിതു, നിന്നെ എനിക്ക് വേണം. ആരൊക്കെ എതിർത്താലും നീ എൻ്റെതാടോ, എൻ്റേത് മാത്രം. അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. അത് കേട്ടുകൊണ്ടാണ് വൈഗ ആ മുറിക്കുള്ളിലേക്ക് കയറി വന്നത്. അധ്യായം 30. ഷാനു. വൈഗ അവൻ്റെ തോളിൽ പിടിച്ച് മെല്ലെ ഉയർത്താൻ ശ്രമിച്ചു. നീ എന്താ ഷാനു ഈ പറയുന്നത്? അവൾ ചോദിച്ചു. ഇത് ഭ്രാന്തല്ല വൈഗച്ചി, അവൻ മന്ത്രിച്ചു. സത്യം, പരമമായ സത്യം. മീതു ഇല്ലാതെ ഇനി ഷായ്ക്കൊരു ജീവിതമില്ല. അവനോട് എന്ത് പറയണമെന്ന് വൈഗയ്ക്ക് അറിയില്ലായിരുന്നു. അവൾ ഡോക്ടർ അനിൽ രാജനെ നോക്കി. അദ്ദേഹവും അതേ അവസ്ഥയിലായിരുന്നു. വൈഗേച്ചി. അപ്പോഴാണ് ആ വിളി. മിത്രയുടെ ശബ്ദം. വൈഗ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മിത്ര എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. വൈഗ ഓടി ബെഡിനരികിലെത്തി. ഷാനുവും ഒപ്പം ചെന്നു. ഡോക്ടർ, മീത്തുവിന് ഓർമ്മ തിരിച്ചു കിട്ടില്ലേ? ഇനി ഈ കെട്ടം കഴിച്ചു കളയരുതോ? അവൻ ചോദിച്ചു. ഡോക്ടർ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അതെന്താ ഡോക്ടർ? വൈഗ ചോദിച്ചു. ഈ കുട്ടി തികച്ചും നോർമലാകാൻ സമയമെടുക്കും. ഹരിസാർ അത് മാഡത്തിനോട് പറഞ്ഞതല്ലേ? ഉവ്. ഇപ്പോൾ കാട്ടുന്ന ഈ തെളിച്ചം പെട്ടെന്ന് മങ്ങാം. കെട്ടയച്ച് വിടുന്നത് അപകടമാണ്. ഓർമ്മയ്ക്ക് മങ്ങലുണ്ടായാൽ ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ല. ഇനിയൊരു വീഴ്ചയോ ഷോക്കോ സംഭവിച്ചാൽ അപകടം ഇരട്ടിയാവും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടാതെ കെട്ടഴിക്കാൻ പറ്റില്ല. അവൾ എങ്ങും പോകാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഡോക്ടർ. പുറത്ത് എൻ്റെ അമ്മയും അച്ചമ്മയും നിൽക്കുന്നുണ്ട്. അവരിവിടെ പൊന്നുപോലെ നോക്കിക്കോളും, ഊണും ഉറക്കവും ഉപേക്ഷിച്ച്, വൈഗ പറഞ്ഞു. ഒന്നും വേണ്ട മാഡം. അവർ വന്ന് ശുശ്രൂഷിക്കേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ പറയും. ഇപ്പോൾ വേണ്ട, അത് ശരിയാവില്ല, ഡോക്ടർ അനിൽരാജൻ തീർത്തും പറഞ്ഞു. അമ്മ എന്തേ? മിത്രയിൽ നിന്നും വീണ്ടും ശബ്ദം. ഡോക്ടർ, മിത്ര അമ്മയെ അന്വേഷിക്കുന്നു. ആഹ്ലാദത്തോടെ വൈഗ വാതിൽക്കലോടി. വെളിയിൽ അക്ഷമയോടെ നിൽക്കുകയായിരുന്ന ദേവികയും ഈശ്വരിയും. അമ്മേ, മിത്രയെ വിളിക്കുന്നു. അമ്മയെ കാണണമെന്ന് അവൾ പറഞ്ഞു. എൻ്റെ കൃഷ്ണ. ഈശ്വരിയുടെ കണ്ണുകൾ തിളങ്ങി. എൻ്റെ കുട്ടിക്ക് ഓർമ്മ ശരിയായോ? അവർ ചോദിച്ചു. അവളെന്നെ വിളിച്ചോ? ദേവിക അപ്പോഴേക്കും കുതിച്ചു കഴിഞ്ഞു. ഈശ്വരിയും പിന്നാലെ ചെന്നു. മോളെ, അമ്മയുടെ പൊന്നുമോളെ. ദേവിക മിത്രയുടെ അരികിൽ ചെന്നിരുന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അമ്മേന്ന് വിളിക്കടാ, വിളിക്ക്. അമ്മേ, മിത്ര വിളിച്ചു. അവളുടെ മുഖത്ത് സ്നേഹം നിറഞ്ഞു തുളുമ്പി. കണ്ണുകൾ നനഞ്ഞു. അയ്യോ, എൻ്റെ കുട്ടി എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? ഈശ്വരിക്ക് മിത്രയുടെ കാലും കൈയും ബന്ധിച്ചിരിക്കുന്നത് സഹിച്ചില്ല. അച്ഛമ്മേ. അവശ്യമെങ്കിലും മിത്രയുടെ ശബ്ദം സ്ഫുടമായി ഈശ്വരി കേട്ടു. പൊന്നുമോളെ. ഈശ്വരി അവളുടെ മുഖത്ത് കൈത്തലം ചേർത്തു. ഈ കെട്ടൊന്ന് അഴിച്ചു മാറ്റാൻ പറയാം അച്ഛമ്മേ. എനിക്ക് എണീക്കാനാ, മിത്ര പറഞ്ഞു. ഡോക്ടറെ കേട്ടില്ലേ എൻ്റെ കുട്ടി പറയുന്നത്? അവൾ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്? അവളൊന്ന് എണീറ്റിരിക്കട്ടെ, ഈശ്വരി ഡോക്ടർ അനിൽരാജനോട് പറഞ്ഞു. അനിൽരാജനും ഷാനുവും വൈകിയൊന്നും നോക്കി.
ഒരു സൂചന കൊടുത്തു. അച്ഛമ്മേ, വൈഗ ഈശ്വരിയെ ചേർത്ത് പിടിച്ച് കാതിൽ പറഞ്ഞു. കെട്ടഴിച്ചാൽ അവൾ എണീറ്റ് ഓടും. അത് അപകടമാവും. അതാ കെട്ടിരിക്കുന്നത്. ഓ, ഈശ്വരയുടെ മുഖം പാടി. എന്നാലും കണ്ടിട്ട് സഹിക്കുന്നില്ലടേ. നമ്മൾ ഒരുപാട് സഹിച്ചില്ല അച്ഛമ്മേ, ഇതുകൂടി സഹിച്ചേ തീരും. അമ്മേ, മിത്ര മെല്ലെ വിളിച്ചു. എന്താടാ, നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണേലും അമ്മയോട് പറഞ്ഞു. ദേവിക കരച്ചിലും ചിരിയും ഒതുക്കി മെല്ലെ പറഞ്ഞു. വിശക്കുന്നുണ്ടോടാ നിനക്ക്? ചായ വേണോ? ചോറ് വേണോ? അതോ നിനക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാലട പായസം വേണോ? പറയ്, അമ്മ എല്ലാം ഉണ്ടാക്കിത്തരാം. അമ്മയുടെ കുട്ടി ഒന്ന് എണീറ്റ് വന്നാൽ മതി. എന്തേ? ദേവിക പറഞ്ഞതൊന്നും മിത്ര കേട്ടില്ലെന്ന് തോന്നി അവൾ ചോദിച്ചു. എന്തേ അമ്മേ, അച്ഛൻ എന്തേ? നമ്മുടെ ദയ അവരെ കണ്ടില്ലല്ലോ. ദേവിക സ്തംഭയായി നിന്നു. ഈശ്വരിക്കും നെഞ്ചു തിങ്ങി. അച്ഛൻ എന്തിയെന്ന്, ദയ എന്തിയെന്ന്. വൈഗ ഡോക്ടർ അനിൽരാജിനെ ഒന്ന് നോക്കി. കഴിഞ്ഞുപോയ 1 മാസം ആ കുട്ടിയുടെ ഓർമ്മയിലില്ല മാഡം. ഡോക്ടർ അനിൽരാജൻ പറഞ്ഞു. അച്ഛൻ ഓഫീസിൽ പോയോ? മിത്ര വീണ്ടും ചോദിക്കുന്നു. അതെ, അച്ഛൻ ഓഫീസിൽ പോയി. വൈഗ പെട്ടെന്ന് പറഞ്ഞു. ദയയോ? അവൾ കോളേജിൽ പോയോ? ആ, അവൾ പോയി മോളെ. വൈഗയുടെ ശബ്ദം കുറച്ച് പതറി. ദേവിക വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പുറത്തേക്കോടി. ഈശ്വരിക്കും മുറിക്കുള്ളിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾക്കും കരയണമായിരുന്നു. ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നത്? എൻ്റെ കെട്ടഴുകി, എനിക്ക് വീട്ടിൽ പോകണം, മിത്ര പറഞ്ഞു. കെട്ടഴിക്കാം മിത്ര. ഡോക്ടർ അനിൽരാജൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ആരാ? മിത്ര ചോദിച്ചു. ഞാൻ ഡോക്ടറാ. എനിക്ക് പ്രത്യേകിച്ച് എന്താ അസുഖം? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ കുട്ടിയൊന്ന് വീണു, ഡോക്ടർ പറഞ്ഞു. ശരിയല്ലേ? വീണു 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 മിത്ര അത് ആവർത്തിച്ചു. വീണുപോയ രംഗം അവൾ ഓർക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നി. മോളെ, ഈ ചേച്ചിയോട് പറയും, നീ എങ്ങനെയാണ് വീണത്? മിത്ര ഒരു സെക്കൻഡ് വൈകിയെ തുറച്ചു നോക്കി. പെട്ടെന്ന് അവളുടെ മുഖം വലിഞ്ഞുകൂടി. കൈകളും കാലുകളും തലയും ഉരുട്ടുകയും കുതിർക്കുകയും കെട്ടഴിക്കാനെന്നോളം കുടയുകയും ചെയ്തു. എൻ്റെ കൃഷ്ണ, എനിക്കിത് കാണാൻ വയ്യേ. അകത്തേക്ക് കയറി വന്ന ഈശ്വരി നിന്നു. ദേവികയും ആന്ധ്രയുടെ മകളുടെ വെപ്രാളം കണ്ടു. മരണവെപ്രാളം പോലെ. ഷാനും വിഷണനായി നിന്ന് കാണുകയായിരുന്നു ആ പിടിച്ചു. മീതു, അരുതേ, ഇങ്ങനെ പിടയ്ക്കല്ല മോളെ. സാന്ത്വനം എന്നോളം അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഹൃത്തടം കൊതിച്ചു. വരും അമ്മേ. അച്ഛമ്മയും വന്നേ. വൈഗ അമ്മമാരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എങ്ങോട്ടാ? ദേവിക കുതറി. ഞാൻ എങ്ങോട്ടുമില്ല. എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് ഞാൻ പോകില്ല. ഞാനിവിടെ ഇരുന്നോളാം, അവളെ നോക്കിക്കൊള്ളാം. അതൊന്നും വേണ്ട അമ്മേ. വൈഗ ദേവികയെ ബലമായി പുറത്തിട്ടിറക്കി. ഈ അവസ്ഥയിൽ അവളെ കണ്ടിട്ട് എങ്ങനെയാണ് മോളെ പോകുന്നത്? ഈശ്വരിക്കും സങ്കടമായി. പക്ഷെ പോയേ പറ്റൂ. ഈ അവസ്ഥയിൽ അമ്മയ്ക്കും മിത്രയെ നോക്കാൻ പറ്റില്ല. ഡോക്ടർ എല്ലാം ഏറ്റതല്ലേ. നമ്മളോട് നിൽക്കാൻ പറഞ്ഞാലേ നിൽക്കാവൂ, വൈഗ പറഞ്ഞു. ഷാനുവും പുറത്തേക്ക് വന്നു, ജീവൻ അകത്തുപേക്ഷിച്ചു വരുന്ന സങ്കടത്തോടെ. വൈകുന്നേരം ഡോക്ടർ വിനീഷിൻ്റെ കാറ് ഡോക്ടർ രശ്മിയുടെ വീട്ടുമുറ്റത്ത് നിന്നു. ശബ്ദം കേട്ട് രശ്മി ഇറങ്ങി വന്നു. അയഞ്ഞ ഒരു 3/4 ടോപ്പുമായിരുന്നു അവളുടെ വേഷം. വിനീഷിനെ അപ്രതീക്ഷിതമായി കണ്ട സന്തോഷത്തോടെ അവൾ ചോദിച്ചു, നീ ഇതുവഴി എവിടെ പോയി? ഇതുവഴി എങ്ങോട്ടും പോവാനില്ല, ഇങ്ങോട്ട് തന്നെ വന്നതാണ്, നിന്നൊന്ന് കാണാൻ. വിനീഷ് കുസൃതി ചിരിയോടെ പറഞ്ഞു. എങ്കിൽ കയറി വരൂ, അവൾ ക്ഷണിച്ചു. അവൻ സ്വാതന്ത്ര്യത്തോടെ അകത്തേക്ക് കയറി. അമ്മയുടെ സെറ്റിയിലിരിക്കുമ്പോൾ അവൾ ചോദിച്ചു. അമ്മ അമ്പലത്തിൽ പോയി. രശ്മി അവനെതിരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. 3/4 മിട്ട് കാലിന്മേക്കാൽ കയറ്റി വെച്ചുകൊണ്ടുള്ള ആ ഇരിപ്പ് വിനീഷ് ആസ്വദിച്ചു. വെളുത്ത റോസ് കലർന്ന കാലുകൾ മുട്ടിന് താഴെ മുതൽ കാണാം. നനുത്ത രോമങ്ങളുള്ള പാദങ്ങളിൽ പാദസരമില്ല. കാതും കഴുത്തുമൊക്കെ നഗ്നമാണ്. അഴിഞ്ഞു കിടക്കുന്ന ടോപ്പിൻ്റെ ഉള്ളിൽ അവയവങ്ങളുടെ ഭംഗി എടുത്തു കാണാം. അനുസരണക്കേട് കാട്ടുന്ന മിഴികളെ പണിപ്പെട്ട് നിയന്ത്രിച്ച് മാന്യനാകാൻ ശ്രമിച്ചു വിനീഷ് എഴുന്നേറ്റു. അമ്മ അമ്പലത്തിൽ പോയത് ഞാൻ അറിഞ്ഞില്ല. രശ്മി തനിച്ചുള്ളെങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ഏയ്, രശ്മി എഴുന്നേറ്റു. ഞാൻ ഒറ്റക്കായതുകൊണ്ട് നിനക്കെന്നാ? എന്നെ ഭയമാണോ? അവൾ മുത്തു കിലുങ്ങുന്ന പോലെ ഒന്ന് ചിരിച്ചു. ഏയ് അതല്ല, വിനീഷ് ചിരിച്ചു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവങ്ങളൊക്കെ പിണങ്ങി. അമ്മ അമ്പലത്തിൽ പോകുന്നതിനെ നിർത്തിയാണ്, അവൾ പറഞ്ഞു. ഇതിപ്പോൾ എനിക്ക് വേണ്ടിയാണ്. എനിക്കൊരു നല്ല ജീവിതം കിട്ടണം, നല്ലൊരു ഭർത്താവിനെ കിട്ടണം. അതൊക്കെയാണിപ്പോൾ ദൈവത്തിന് മുമ്പിൽ അമ്മ വയ്ക്കുന്ന ഡിമാൻഡ്. കൊള്ളാം, അവൻ ചിരിച്ചു. ഹൃദയിലെങ്കിൽ നീ ഇരിക്കി, അമ്മ ഇപ്പോൾ വരും, വന്നിട്ട് പോയാൽ മതി. ഞാൻ അപ്പോഴേക്കും ഒരു ചായ എടുക്കാം.
രശ്മി കിച്ചണിലേക്ക് പോകാൻ തിരിഞ്ഞതും അവൻ അവളുടെ വലത് കൈയിൽ കടന്നു പിടിച്ചു. എനിക്കിപ്പോൾ ചായയൊന്നും വേണ്ട, നീ നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഹോസ്പിറ്റലിൽ നിന്നും രേണുക ഡിസ്ചാർജായി. എന്നിട്ടും ആ ഷാനു പ്രസാദും വൈക്കിയും അടിക്കടി വരുന്നു, വിനീഷ് പറഞ്ഞു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. കയ്യിൽ മുറുകി പിടിച്ചപ്പോൾ അവൻ അങ്ങനെ പറയുമെന്നാണ് ലക്ഷ്മി പ്രതീക്ഷിച്ചതല്ല കേട്ടതെങ്കിലും കേട്ട വാർത്ത അവളുടെ നെറ്റി ചുളിഞ്ഞു. രേണുക പോയെങ്കിൽ പിന്നെ ആരെ കാണാനാണ് ഷാനുവും അവളും വരുന്നത്? പ്രിയരെ, നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇരിക്കുക. ഇന്ന് നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.